ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് വന്ന് കണ്ടായിരുന്നു. നമ്മൾ SMVT ബംഗളൂരു നാഗർകോവിൽ എക്സ്പ്രസ്സിന് വന്നായിരുന്നു. അതിൽ തന്നെ ഞാൻ പറഞ്ഞത് ഏത് ട്രെയിനിനാണ് പോകുന്നത്, എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ കൊച്ചുവേളി അഥവാ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ നിന്നും പോർബന്ദർ എക്സ്പ്രസ്, കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ്സിൽ കയറി ഷൊർണൂരിലേക്കാണ് യാത്ര. തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ഷൊർണൂരിലേക്കാണ് യാത്ര. 20909 പോർബന്ദർ എക്സ്പ്രസ് ഷൊർണൂരിലേക്ക് AC 3 ടയറിലാണ് നമ്മുടെ യാത്ര. നമ്മുടെ ട്രെയിൻ ഓൾറെഡി അകത്തുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാണ് കൊച്ചുവേളി സ്റ്റേഷൻ. കൊച്ചുവേളി സ്റ്റേഷൻ ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഒരിക്കൽ ഈ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എത്രത്തോളം വ്യത്യാസം എന്നൊക്കെ നമുക്ക് കാണാം. നമുക്കൊന്ന് സ്റ്റേഷന് ഉള്ളിലേക്ക് പോകാം. സ്റ്റേഷന് ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ ലോക്കോ ഒക്കെ നോക്കി നമ്മുടെ കോച്ചൊക്കെ കാണാം. അപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന തന്നെയാണ് നമ്മുടെ ട്രെയിന്. നമുക്ക് നേരെ പോയി ലോക്കോ കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കോച്ചിലൂടെ വരാം. നമ്മുടെ കോച്ച് ഇവിടെ തന്നെ ഉണ്ട്. B3 ആണ്. ഈ നേരെ കാണുന്ന കോച്ച് തന്നെയാണ് അവിടെ. നമുക്ക് പോയി ലോക്കോ കണ്ട് വന്നിട്ട് നമ്മുടെ കോച്ചിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയി നമ്മുടെ ലോക്കോ ഒന്ന് നോക്കിയിട്ട് വരാം. അതാണല്ലോ നമ്മുടെ പതിവ്. ഒരു 3 ഫേസ് ലോക്കോ ആണ്. കണ്ടിട്ട് ഹൈ റേസ് പാൻറ്റോ പോലെ ഉണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഫ്രണ്ടിൽ ജനറേറ്റർ ആണെന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിന്. പോർബന്ദർ കൊച്ചുവേളി പോർബന്ദർ 20909 കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ്. നമ്മുടെ ലോക്കോ എന്നൊരു അടിപൊളി സർപ്രൈസാണ്. ഇന്നൊരു WAP 5 ആണ് നമ്മുടെ ലോക്കോ. വഡോദരയുടെ ആണ് ലോക്കോ. ഒന്ന് ഫ്രണ്ടിൽ പോയി നോക്കിയിട്ട് വരാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ലോക്കോ. വഡോദര ഷെഡിൻ്റെ WAP 5 30075. WAP 5 ആണ്. അതിനൊരു വലിയ സർപ്രൈസാണ്. നമുക്കങ്ങനെ WAP 5s കിട്ടാറില്ല. ഹാപ്പി. അപ്പോൾ ലോക്കോ കണ്ട സ്ഥിതിക്ക് നമുക്കിനി നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് തിരിച്ചു പോകാം. കോച്ചിലേക്ക് പോവാം. B3യിലാണ് എൻ്റെ ബർത്ത് വന്നിരിക്കുന്നത്. ഞാനിന്ന് കറണ്ട് റിസർവേഷൻ ടിക്കറ്റ് എടുത്തത്. ഈ ട്രെയിന് ഡിസ്റ്റൻസ് റെസ്ട്രിക്ഷൻ റൂളുള്ളതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് റിസർവേഷനിൽ നമുക്കിതിന് കൊച്ചുവേളി ടു ഷൊർണൂരൊന്നും ടിക്കറ്റ് കിട്ടില്ല. ഇനി മിനിമം കൊച്ചുവേളിയിൽ നിന്ന് ഉടുപ്പി വരെ അങ്ങനെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കറണ്ട് റിസർവേഷനിലാണ് ടിക്കറ്റ് എടുത്തത്. കറണ്ട് റിസർവേഷനിൽ നോക്കുമ്പോൾ 98 സീറ്റ് മറ്റേ ബാക്കിയുണ്ടായിരുന്നു. അതിലാണ് ഇന്ന് രാവിലെ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ B3യിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കോച്ച് B3. കോച്ചിന് നമ്പർ എവിടെയും കാണാനില്ല. മുകളിൽ പരസ്യം ഒട്ടിച്ചിരിക്കുകയാണ് അവർ. നമ്പർ എവിടെയും കാണാനില്ല. RCF ബിൽഡാണിത്. നമുക്ക് എന്തായാലും നോക്കാം. എൻ്റെ ഇത് ആദ്യത്തെ തന്നെ 71 എൻ്റെ ബർത്ത്. നമുക്കത് നോക്കാം. അതിന് മുമ്പ് ബിൽഡേഴ്സ് പ്ലേറ്റ് ഉണ്ട്. ബിൽഡേഴ്സ് പ്ലേറ്റിൽ നമ്പർ ഉണ്ടാവും. 233386. കോച്ചിനകത്ത് കയറി ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു വമ്പൻ സർപ്രൈസ് നടക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത പ്ലാറ്റ്ഫോം നമ്പർ 5 ഒരു 16 കാർ വന്ദേ ഭാരതിലേക്ക് നടക്കുന്നുണ്ട്. ഹായ്. ഒരു ഇൻഡിഗോ ടേക്ക് ഓഫ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു 16 കാർ വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ നമ്പർ 23302002 എന്ന് പറയുന്ന നമ്പർ തപ്പി നോക്കിയപ്പോൾ ഇത് നോർത്തേൺ റെയിൽവേയുടെ റേക്കായിരുന്നു. നോർത്തേൺ റെയിൽവേയിൽ ഡൽഹി ആമ്പന്തോരം ഓടിക്കൊണ്ടിരുന്ന റേക്കായിരുന്നത്. അപ്പോൾ പ്രോബ്ലി നോർത്തേൺ റെയിലേക്ക് 20 കാർ ട്രെയിൻ കിട്ടിയ പോരണം ഇങ്ങോട്ട് തട്ടിയതായിരിക്കും. ഹോപ്പ്ഫുള്ളി നമ്മുടെ മംഗലാപുരം ട്രിവാൻഡ്രം വന്ദേ ഭാരത് അപ്ഗ്രേഡ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം അതിന് 8 കാർ വെച്ച് മതിയാവുന്നില്ല. അതൊരു 16 കാർ വേണ്ട ട്രെയിനാണത്. അപ്പോൾ നമുക്ക് പുറപ്പെടാൻ ഇനി ഒരു 5 മിനിറ്റ് കഷ്ടിച്ചുണ്ട് ബാക്കി. കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാൻ ഒരു നിവർത്തിയില്ല. കാര്യം വണ്ടി ഫുള്ളാണ് ഇപ്പം തന്നെ. എല്ലാ സീറ്റുകളും ഏറെക്കുറെ ഫുള്ളാണ്. പിന്നെ എൻ്റെ ചുറ്റുമുള്ള സീറ്റുകളും ഫുള്ളാണ്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. എനിക്കത് ദീപാവലി വെക്കേഷനാണ്. അപ്പോൾ ഇന്ന് വെക്കേഷൻ കഴിഞ്ഞാൽ വെക്കേഷനിൽ കേരളം കാണാൻ വന്ന ഫാമിലീസാണ്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. നല്ല തിരക്കുണ്ട്. നമ്മുടെ ട്രെയിൻ പുറപ്പെടാറായി എന്നാണ് അനൗൺസ്മെൻറ്റ്. 11:10 മിനിറ്റ് കൊണ്ട് പോകാൻ. സമയം കൃത്യം 11:15. ഹോൺ അടിക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യം സമയത്ത് നമ്മൾ കൊച്ചുവേളിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ഇതാണ് വന്ദേ ഭാരത്. ഇത് അങ്ങോട്ട് ഓടി വന്നത്. നല്ല ചെളിയും ഒരു വല്ലാത്തൊരവസ്ഥയിലാണിത്. അങ്ങോട്ട് ഓടി വന്നതിൻ്റെ നിന്നു. അപ്പോൾ അത് കിടക്കുന്നത് മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് ആണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അവൻ ഓവർടേക്ക് ചെയ്യുന്നതുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അങ്ങനെ പകൽ വെളിച്ചത്തിലുള്ള ഒരു വാപ്പ് 5 ഹോളിൽ ട്രെയിൻ യാത്രയാണ് നമുക്കിന്ന്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ നിന്നുള്ള നമ്മുടെ ആദ്യത്തെ യാത്ര. നമ്മൾ ഇതിനു മുമ്പ് യാത്ര ഇരിക്കുന്ന കൊച്ചുവേളിയിൽ നിന്നാണ്. തിരുവനന്തപുരം നോർത്ത് ആയതിൽ പിന്നുള്ള നമ്മുടെ ഫസ്റ്റ് യാത്രയാണ്. യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. കഴിഞ്ഞ യാത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് വേസ്റ്റ് ആയിരുന്നു. അതിൽ കുറേ വേസ്റ്റൊക്കെ അവർ ക്ലിയർ ചെയ്തു. എനിക്ക് തോന്നുന്നു അത് പത്രത്തിലൊക്കെ വാർത്തയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ ക്ലിയർ ചെയ്തത്. കുറേയൊക്കെ വേസ്റ്റ് ക്ലിയർ ചെയ്തു. യാർഡിൽ ആ കിടക്കുന്ന തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് ബോർഡ്. അപ്പോൾ അത് ആ വീക്കിലി എക്സ്പ്രസ് വല്ലതും ആയിരിക്കും. നമ്മുടെ ട്രെയിൻ ജസ്റ്റ് പ്ലാറ്റ്ഫോമിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നു. ആ പോകുന്ന മിക്കവാറും കേരള എക്സ്പ്രസിൻ്റെ റേക്കായിരിക്കും, അല്ലെങ്കിൽ ഷണ്ടി ആയിരിക്കും. കേരള എക്സ്പ്രസിൻ്റെ റേക്ക് ഓൾറെഡി പോയിട്ടുണ്ടാവണം. കേരള എക്സ്പ്രസിൻ്റെ റേക്ക് ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടാവും, തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് പോകുന്നു. നമ്മുടെ ലോക്കോ ജസ്റ്റ് ട്രാക്ക് കടക്കാൻ പോകുന്നു. കടന്ന് അപ്പ് മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. കഴക്കൂട്ടത്തെ FCA കോഡാണ്. കഴക്കൂട്ടം സ്റ്റേഷൻ വഴി റൺട്രുമാണ്. സ്പെഷ്യലിലെ കോച്ചുകളായിരുന്നു പോകുന്നത്, സ്ലീപ്പർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഓപ്പോസിറ്റ് ലൈനിൻ്റെ സിഗ്നൽ പച്ചയാണ്. മോസ്റ്റ് പ്രോബബ്ലി ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് പോകണം. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് പോയി. ഇത് ഇന്നലെ രാത്രി 8-8:30 മറ്റാണ് ബാംഗ്ലൂർ എന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുക. ഇതൊരു തിരുവനന്തപുരം എത്തിയിട്ടില്ല. തിരുവനന്തപുരം എത്തുമ്പോൾ ഏകദേശം ഉച്ചയാവും തിരുവനന്തപുരം എത്താൻ. അപ്പോൾ ഇതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങുന്നത് മറ്റേ ട്രെയിൻ.
നമ്മൾ വിഖ്യാതമായ കൊല്ലം റാ വളവിലേക്ക് എത്തുകയാണ്. നമ്മുടെ കൊല്ലം ഹോം സിഗ്നൽ റെഡാണ്. എന്താ കാരണം എന്നറിയില്ല. കൊല്ലത്തേക്ക് നമ്മൾ ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ കൊല്ലം റെഡി ആയിട്ടില്ല. നമ്മളതുകൊണ്ട് ഒരു അല്പം ലേറ്റ് ആവും. ഇപ്പോൾ സമയം 12:09. നമ്മൾ കൊല്ലത്ത് 12:05 എത്തേണ്ടതായിരുന്നു. നമ്മൾക്ക് എന്തായാലും കൊല്ലത്തേക്ക് കയറാൻ അല്പം ലേറ്റ് ആവും. കൊല്ലത്തെ FCI ഗോഡൗണാണ്. FCI ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ലൈനുകളായിരുന്നു. കുറച്ച് മുന്നോട്ട് മാറിയിട്ടാണ് റാ വളവ് തുടങ്ങുന്നത്. ശരിക്കും ഒരു യു ടേൺ പോലെ തന്നെയാണ്. യു ടേൺ പോലെ തന്നെ ഓൾമോസ്റ്റ് കറങ്ങിയാണ് ട്രെയിനുകൾ വരുന്നത്. നമ്മൾ ജസ്റ്റ് റാ വളവിലേക്ക് കയറി. പാൻട്രിക്കാരിൽ നിന്നൊരു ഭക്ഷണമൊന്നും വന്നിട്ടില്ല. ആകെക്കൂടി പാൻട്രിക്കാരിൽ നിന്നൊരു ചായ മാത്രം വന്നത്, വേറൊന്നും വന്നിട്ടില്ല. ഇനി പാൻട്രിക്കാരിൽ ലഞ്ച് ഉണ്ടാക്കുന്നില്ലേ എന്നറിയില്ല. കാര്യം ഉച്ചയ്ക്കാണ് വണ്ടി പുറപ്പെടുന്നത്. അറിയില്ല. ഇതാണ് കൊല്ലത്ത് പുതുതായിട്ട് വരുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിങ്. ഇതൊക്കെ കൊല്ലം സ്റ്റേഷൻ്റെ പുതിയ ബിൽഡിങ്ങുകളാണ്. ഇതിലൊരു എന്താ പറയുന്നത്, താമസ സൗകര്യമൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇവിടെ ഒരു പഴയ ഹിസ്റ്റോറിക് ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു മാറ്റിയവർ. ഒരുപാട് ആൾക്കാർ ഈ ട്രെയിനിലൂടെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അനന്തപുരി എക്സ്പ്രസിൻ്റെ റേക്കാണ്. കൊല്ലം ചെന്നൈ എഗ്മോർ അനന്തപുരി എക്സ്പ്രസ്. അനന്തപുരി എക്സ്പ്രസ്സിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഞാൻ കൊല്ലം ടു ചെന്നൈ എഗ്മോർ ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ട്രെയിനിൽ. അത് കൊല്ലം ടു എഗ്മോർ പോകണോ എഗ്മോർ ടു കൊല്ലം വരണോ എന്നുള്ളത് മാത്രമേ കൺഫ്യൂഷനുള്ളൂ. അത് നമുക്കൊരു പ്ലാൻ ഉണ്ട് എന്തായാലും. ഇപ്പോൾ അതുപോലെ കൊല്ലത്തുനിന്ന് ഫുഡ് മേടിക്കണോ അതോ ഇനി ട്രെയിനിലെ പാൻട്രിയിൽ നിന്ന് വല്ലതും വരുമോ നോക്കണോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. കാരണം കൊല്ലത്തു നിന്നുള്ള ഫുഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തുവേണമെങ്കിലും നോക്കാം, വണ്ടി നിർത്തട്ടെ. കൺഫ്യൂഷൻ തീർന്നു. അവരുടെ ബിരിയാണി ചിക്കൻ മാത്രമാണ്, അപ്പോൾ ചിക്കൻ ഞാൻ കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞാനൊരു ബജ്ജി മേടിച്ചു, വേറെ ഒന്നും മേടിക്കാനില്ലായിരുന്നു. ഞാനൊരു ബജ്ജി മേടിച്ചു. അതിന് പാൻട്രിയിൽ നിന്ന് വല്ലതും വരുമോ നോക്കാം. അപ്പോൾ അതൊന്ന് ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് ആദ്യം ഇട്ടു. പിന്നെ ഇപ്പോൾ ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഇറങ്ങി മെയിൻ ലൈൻ ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ മെമു ഷെഡ് കാണാം. മെമു ഷെഡിൻ്റെ എക്സ്പാൻഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് എക്സ്പാൻഷൻ വർക്കിൻ്റെ എന്താ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സോൾവ് ആയെന്ന് പറയുന്നത് കേട്ടു. ഇവിടുത്തെ MP MLA ഒക്കെ കൂടി ഇടപെട്ട് എന്തോ സൊല്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. ഇത് 8 കാർ ഷെഡായിരുന്നു. അതിപ്പോൾ 16 കാർ ഷെഡാക്കി എക്സ്പാൻഡ് ചെയ്യാമെന്ന് വാർത്തയുണ്ടായിരുന്നു. കുറച്ച് നേരം ഇവിടെ പോസ്റ്റായിരുന്നു. പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് പുറപ്പെടുന്നു. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇട്ടു. അവർ എന്താ പറയുക,
മറ്റേ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് ആദ്യം വിട്ടു. അവൻ ലൈൻ ക്ലിയർ ആവുന്നവരെ നമ്മളിവിടെ നിർത്തി. അവൻ ലൈൻ ക്ലിയർ ആയപ്പോൾ നമ്മളെ വിട്ടു. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജാംനഗർ എക്സ്പ്രസ് വന്നപ്പോൾ അതേ എക്സ്പീരിയൻസ് ആയിരുന്നു തോന്നുന്നു, അങ്ങനൊരു ഓർമ്മ. ഇതാണ് അനന്തപുരം എക്സ്പ്രസ്സിനെ കൊടുക്കുന്ന ലോക്കോ 22890. അപ്പുറത്തെ SMPR ഗ്ലോബൽ റെയിൽവേസിൻ്റെ ഭാരത് ഗൗരവ് റേക്കോരം കിടക്കുന്നുണ്ട് ആണ്ട്. നമുക്ക് പെട്ടെന്ന് മറ്റേ സൈഡ് നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ കൊല്ലത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. നല്ല വെയിലായി. എക്സ്ട്രീം റൈറ്റിലാണ് പുനലൂർ വഴിയുള്ള ലൈന്. കേരള സമ്പർക്കാന്തി ആയിരുന്നു. അപ്പോൾ എക്സ്ട്രീം റൈറ്റിലുള്ളതാണ് പുല്ലൂർക്കുള്ള ലൈൻ. ഇപ്പോൾ നമ്മൾ മധുര ഗുരുവായൂർ എക്സ്പ്രസ്സും ഗുരുവായൂർ മധുര എക്സ്പ്രസ് അതുവഴി പോയിട്ടുണ്ടാവും. നമ്മൾ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സും അതുപോലെ മധുര ഗുരുവായൂർ എക്സ്പ്രസ്സും രണ്ടിലും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പുനലൂർ ലൈൻ വഴിമാറിപ്പോയി നമ്മൾ നമ്മുടെ വഴിക്ക് ടുവേർഡ്സ് കായംകുളം പോകും. ജസ്റ്റ് ശാസ്താംകോട്ട് എത്തുന്നു. ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. പതുക്കെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ എന്താ യാർഡ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, സൈഡിലൊക്കെ കാട് വൃത്തിയാക്കി അവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ട്രാക്ക് വർക്കിന് വേണ്ടി പുതിയ സ്വിച്ചസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പച്ച ട്രാക്ക് കണ്ടില്ലേ, അതായത് കണ്ടില്ലേ പച്ച കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്ന ട്രാക്കൊക്കെ പുതിയ ട്രാക്കുകളാണ്. പുതിയ 60 kg സ്വിച്ചസ് ആണ്. അതായത് 30 kmph ട്രെയിനുകൾക്ക് ട്രാക്ക് കടക്കാൻ പറ്റും. ഇപ്പോൾ അധികം താമസിച്ചത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് എക്സ്പെക്റ്റഡ് ആണ്. സിഗ്നൽ പച്ചയായിട്ടുമുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് പാൻട്രി കറിയിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നതിൽ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനും പോവാം. നമ്മൾ ജസ്റ്റ് ശാസ്താംകോട്ട സ്റ്റേഷൻ കടക്കുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ഇറങ്ങി വരുന്നുണ്ട്. അതിനും സ്പീഡ് റെസ്ട്രിക്ഷൻ ആവും. കാര്യം ഓപ്പോസിറ്റ് ലൈനിൽ ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. അവിടെ ഓപ്പോസിറ്റ് ലൈനിൽ പണിക്കാർ കാണാം, ലേബറേഴ്സിനെ കാണാം. അവർ ലൂപ്പ് ലൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അവന് പതുക്കെ വരുള്ളൂ. ഇവിടെയും പുതിയ പോയിൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. പച്ചക്കളർ ട്രാക്ക് കാണുന്നതൊക്കെ പുതിയ ട്രാക്ക് ഇൻസേർട്ട് ചെയ്താണ്. ഈ പച്ച കളർ എനിക്കൊന്ന് ആൻറ്റി റസ്റ്റ് പെയിൻ്റ് വല്ലതും ആയിരിക്കും. ഒരു വാപ്പ് 7 ആണ്, 30574 വഡോദര സ്റ്റേഷനിലാണ്. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്. നമ്മൾ തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്സിൽ നിന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മളങ്ങനെ ജാംനഗർ തിരുനെൽവേലി പോയി. നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാം. കാര്യം കായംകുളം എത്തുമ്പോഴേക്കും കഴിച്ച് തീർക്കണം. കായംകുളം കഴിയുമ്പോൾ നമ്മൾ വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യും. ഇതാണ് എൻ്റെ ലഞ്ച്. പാൻട്രിക്കാരെന്ന് മേടിച്ച ലഞ്ചാണ്. കണ്ടതിൽ ഭംഗിയിട്ട് കഴിച്ചു നോക്കാം. അങ്ങനെ കഴിച്ചു നോക്കിയിട്ട് തീർച്ചയായും പറയാം. നമ്മൾ ആക്ച്വലി പൂനെയിലേക്കുള്ള ജയന്ത ട്രെയിനിലുകൊണ്ടിരിക്കാം. കുറച്ച് നേരം കരുനാഗപ്പള്ളി പിടിച്ചിട്ടായിരുന്നു. ജസ്റ്റ് കരുനാഗപ്പള്ളിയിൽ നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. ഒരു 5 മിനിറ്റോളം കരുനാഗപ്പള്ളി കിടന്നായിരുന്നു. അപ്പം നമ്മളങ്ങനെ കായംകുളത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ മിക്കവാറും പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കായിരിക്കും. സാധാരണ ആലപ്പുഴയുള്ള വണ്ടിയുള്ള പ്ലാറ്റ്ഫോം 1-ലേക്ക് കൊണ്ട് കയറ്റുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ പ്ലാറ്റ്ഫോം 1-ലേക്ക് നമ്മൾ കയറുകയാണ്. അത്യാവശ്യം നല്ലോണം ആൾ കയറാൻ ഉണ്ടായിരുന്നു ഇവിടുന്ന്. കേരളത്തിലെ സ്റ്റേഷനിലേക്ക് ഇപ്പോഴാണ് ഡിജിറ്റൽ കോച്ച് പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. കാര്യം സദേൺ റെയിൽവേ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് സ്പോൺസർ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നാണ്. ഇപ്പോൾ നമ്മൾ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിലൊക്കെ പെടുത്തി ഇപ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു അമ്യൂണിറ്റിയാണ്, അല്ലാണ്ട് സ്പോൺസർ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നൊരു കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു സാധനമല്ല. ഇതൊക്കെ ബേസിക് അമ്യൂണിറ്റീസാണ്. സദേൺ റെയിൽവേ അത് ചെയ്യില്ലായിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അന്നേരം നന്നായി. ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരു വമ്പൻ സാധനം വരുന്നുണ്ട്. നമ്മുടെ വന്ദേ ഭാരത്, ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ജസ്റ്റ് കായംകുളം സ്റ്റേഷനിലോട്ട് കയറുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ അതിനിവിടെ സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. അപ്പുറത്തെ ലൈൻ വഴി റൺ ത്രൂ ചെയ്ത് പോവുകയുള്ളൂ. അത് മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഒരു മെമു കിടക്കുന്നുണ്ട് അപ്പുറത്ത് അങ്ങേ അറ്റത്തെ ലൂപ്പ് ലൈനിൽ. അത് പ്ലാറ്റ്ഫോം നമ്പർ 5 ആയിരിക്കും. 5-ൽ മെമു കിടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം 3 വരെ നമ്മുടെ വന്ദേ ഭാരത് പോകും. ഇപ്പോൾ വണ്ടി അങ്ങനെ പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ കായംകുളത്തുനിന്ന് പുറപ്പെട്ടു. നമ്മൾ ആലപ്പുഴ ലൈൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതായിരുന്നു കായംകുളം.
വലത്തോട്ട് പോകുന്നതാണ് കോട്ടയം ലൈന്. തെക്കോട്ടുള്ള ജില്ലകൾക്ക് 5 ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ടാണെന്നൊക്കെ പറഞ്ഞ വാർത്ത ഉണ്ടായിരുന്നു. ഓറഞ്ച് അലേർട്ടോട്ട് മഴ പോയിട്ട് നല്ല ചൂടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ ആലപ്പുഴ ലൈനിലോട്ട് കയറി കഴിഞ്ഞു. ഇനി നമുക്കൊരു ക്രോസിംഗ് ഉണ്ട്. നമുക്ക് രപ്തിസാഗർ എക്സ്പ്രസിനെ ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നമുക്ക് അകത്ത് പോയിരിക്കാം. നമ്മളങ്ങനെ ജസ്റ്റ് ഹരിപ്പാട് വഴി റൺ ത്രൂ ആണ്. ഓപ്പോസിറ്റ് ലൈനിൽ റോയപ്പുറത്തിന് 30679 വന്നിട്ടുണ്ട്. ഗോരഖ്പൂർ കൊച്ചുവേളി രപ്തിസാഗർ എക്സ്പ്രസ് ആണ്. നമ്മളിപ്പോൾ ഏകദേശം അമ്പലപ്പുഴ എത്തുന്നു. ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ടാകുന്നു. തകഴി കഴിഞ്ഞപ്പോൾ വണ്ടി ഭയങ്കര സ്ലോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ അമ്പലപ്പുഴ മുതൽ അങ്ങോട്ട് സിംഗിൾ ലൈനാണ്. ഇനി നമ്മൾ എറണാകുളം എത്തുന്ന ഒരു സിംഗിൾ ലൈനാണ്. നമ്മളങ്ങനെ ആലപ്പുഴയിലേക്ക് അടുക്കുന്നു. ഇപ്പോൾ അല്പം മുന്നിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ആലപ്പുഴൻ്റെ പിറ്റ് ലൈൻ കാണാൻ പറ്റും. ഇനി എത്ര കാലം കൂടി പിറ്റ് ലൈൻ ഉണ്ടോയെന്ന് അറിയില്ല. ഡബ്ലിംഗ് വർക്ക് ആകുമ്പോഴേക്കും പിറ്റ് ലൈൻ അവർ ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യും. ഇതാണ് ആലപ്പുഴയിലെ പിറ്റ് ലൈൻ. ഈ പിറ്റ് ലൈൻ നിലവിൽ ഇപ്പോൾ ധൻബാദ് എക്സ്പ്രസ്സിന് സെക്കൻഡറി മെയിൻ്റനൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറെ ഒരു വണ്ടി ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നില്ല. നേരത്തെ തിരുവനന്തപുരം ഡിവിഷനിലെ കുറേ പാസഞ്ചർ ട്രെയിനുകൾ ആലപ്പുഴ ബേസ്ഡ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സെറ്റ് റേക്കുകൾ എറണാകുളം ബേസ്ഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നാഗർകോയിലാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആലപ്പുഴ ബേസ് ഉണ്ടായിരുന്ന റേക്കിൽ പലതും മെമ്മോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അകത്ത് കാണുന്നതാണ് SSC ഓഫീസ്. ഈ കാണുന്ന ആലപ്പുഴ ബൈപ്പാസ് റോഡാണ്. ഇപ്പോഴത്തെ ബൈപ്പാസ് റോഡിൻ്റെ രണ്ടാമത്തെ പുതിയ പാലം പണിയുന്നു. ഇപ്പോൾ ആലപ്പുഴ സ്റ്റേഷനിലോട്ട് കയറാൻ നമ്മൾ 99% പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്കാണ് കയറുക. 1ൽ മിക്കവാറും ഇൻ്റർസിറ്റി നിൽക്കുന്നുണ്ടാവും.
ആലപ്പുഴയിൽ ആകെ 3 പ്ലാറ്റ്ഫോമാണുള്ളത്. 1-ൽ ഇൻ്റർസിറ്റി ഉണ്ടാവും, 3-ൽ ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് നിൽക്കുന്നുണ്ടാവും. നമ്മൾ 2-ലേക്കാണ് ചെല്ലുന്നത്. ഇതാണ് ആലപ്പുഴ സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്, പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡ്. ഇൻ്റർസിറ്റിയുടെ ലോക്കോ ഉണ്ടെങ്കിൽ ലോക്കോ ഒന്ന് കാണിച്ചേക്കാൻ ഇപ്പുറത്തോടെ വന്നാൽ. അപ്പോൾ ലോക്കോ ഓൾറെഡി ഡിസ്കണക്ട് ചെയ്ത് അപ്പുറത്തോടെ ഷണ്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഇൻ്റർസിറ്റി എനിക്കൊന്ന് 3:30-ക്കോ മറ്റാണെന്ന് തോന്നുന്നു ഇവിടെ പുറപ്പെടുന്നത്. 3:30-കോ 3:45-നോ മറ്റോ തോന്നുന്നു ഇവിടെ പുറപ്പെടുന്നത്. ഈ കിടക്കുന്നതാണ് ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്. അപ്പം അങ്ങനെ ആലപ്പുഴയിലേക്ക്, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ പാസ് ചെയ്തപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വർക്ക് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ സർഫസിങ്ങിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്ലോറിങ് വർക്ക് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ ലക്ഷണമുണ്ട് കണ്ടിട്ട്. ആലപ്പുഴ സ്റ്റേഷൻ. നല്ല നമ്പർ ട്രെയിനിൻ്റെ 20909. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി ആയിക്കഴിഞ്ഞു. സ്റ്റാർട്ടർ ഓൾറെഡി ആംബറാണ്. ഇതൊരു സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് അത്രേ ഉള്ളൂ. നമ്മൾ ഏകദേശം അരമണിക്കൂറിനടുത്ത് ലേറ്റാണ്. അധികം നേരം നിൽക്കില്ല, പെട്ടെന്ന് തന്നെ വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുമെന്ന് തോന്നുന്നു. പുറപ്പെടുന്നു എന്നൊരു അനൗൺസ്മെൻ്റ് ഒന്നും. ഈ ട്രെയിന് ഫ്രണ്ടിൽ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഇല്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റ് ബാക്കിൽ മാത്രമേ ഉള്ളൂ. ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ ഇല്ല എന്നുള്ളതിനെ പറ്റി എവിടെ അനൗൺസ്മെൻ്റ് ഇല്ലാന്ന് തോന്നുന്നു. കാരണം ആൾക്കാർ ഫ്രണ്ടിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇല്ല എന്ന് അറിയുന്നത് വണ്ടി വന്നു കഴിഞ്ഞിട്ടാണ്. പിന്നെ ആൾക്കാർ അവിടെ നിന്ന് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേഷനെല്ലാം മര്യാദയ്ക്ക് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത്. സ്റ്റേഷൻ അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തൊന്ന് എഴുതി ഒട്ടിച്ച് വെക്കണം. ഇതൊക്കെ റെയിൽവേയുടെ കസ്റ്റമർ കെയറിൽ ഉണ്ടാകുന്ന വീഴ്ചകളാണ്. പൊടി വീഴ്ച കഴിഞ്ഞു. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്നു. എറണാകുളം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിന് ഒരു വാപ്പ് 4 22669 ആലക്കോണത്തിൻ്റെ. നമ്മളങ്ങനെ ആലപ്പുഴയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങായി. ഇനി നമുക്ക് സ്റ്റോപ്പ് എൻ്റെ അറിവിൽ എറണാകുളത്തേ ഉള്ളൂ. ചേർത്തല സ്റ്റോപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതായിരുന്നു ആലപ്പുഴ സ്റ്റേഷൻ. ആ എക്സിക്യൂട്ടീവിന് ഒരു വാപ്പ് 4 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊരു മെയിൻ ലൈൻ ഡിപ്പാർച്ചർ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, ലൂപ്പ് ലൈൻ ആയിരുന്നു. അല്ലോ തിരിച്ച് നമ്മൾ മെയിൻ ലൈൻ എടുക്കുമായിരുന്നു. അഡ്വാൻസ് സ്റ്റാർട്ടർ പച്ചയാണ്.
ആലപ്പുഴ എന്ന് പറയുന്ന ഒരുപാട് ബിസിനസ്സുകളും അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നടന്നിരുന്ന ഒരു തുറമുഖ നഗരിയായിരുന്നു, ഒരു പോർട്ട് ടൗൺ ആയിരുന്നു ആലപ്പുഴ എന്ന് പറയുന്നത്. 1970s അങ്ങ് ഫ്രോസൺ ആയി പോയൊരു ടൗണാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. കാര്യം എറണാകുളം പോർട്ട് വന്നതോടുകൂടി, കൊച്ചി പോർട്ട് വന്നതോടുകൂടി ആലപ്പുഴയുടെ പ്രൊഡോമിനൻസ് ഇല്ലാണ്ടാവുകയും ആലപ്പുഴ അന്നങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തതാണ്. അപ്പോൾ നമ്മളിപ്പോഴും ആലപ്പുഴ കാണുന്ന പഴയ ഗോഡൗണുകളും പഴയ കമ്പനികളൊക്കെയാണ്. ഈ കാണുന്ന ആലപ്പുഴയുടെ ലൈറ്റ് ഹൗസാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കടൽ എന്തടുത്താണെന്നുള്ളത്. ഇതാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. ബീച്ചോട് തൊട്ടടുത്താണ്, നമ്മുടെ അപ്പുറത്തെ സൈഡിലാണ് ബീച്ച്. ബീച്ച് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല, കാര്യം ഇടയ്ക്ക് ബിൽഡിങ്ങുകളും പിന്നെ അതുപോലെ ഒരു പാലവും മറ്റുമുണ്ട്. അപ്പം അങ്ങനെ ആലപ്പുഴ ഒരു ഉറങ്ങിപ്പോയൊരു പട്ടണമാണ് ഇപ്പം. നമുക്ക് ഏകദേശം ചേർത്തല എത്താറായിട്ടുണ്ട്. ചേർത്തല നമുക്ക് സ്റ്റോപ്പില്ല, പക്ഷെ നമ്മളെ കാത്തോടെ നേത്രാവതി കിടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ KR കിങ് ഇവൻ തന്നെയാണ്, തിരുവനന്തപുരം ലോക്മാന്യ തിലക് ടെർമിനസ് നേത്രാവതി എക്സ്പ്രസ്. ഇവനല്ലാണ്ട് മലയാളികൾക്ക് ബോംബെക്കുള്ള മറ്റൊരു ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല. മലയാളികൾക്ക് ബോംബെ എന്ന് പറഞ്ഞാൽ നേത്രാവതി എക്സ്പ്രസ് തന്നെയാണ് ഫസ്റ്റ്. അപ്പോൾ നേത്രാവതി എക്സ്പ്രസ്സോട് നമ്മളെ കാത്ത് കിടക്കുകയായിരുന്നു ചേർത്തലയിൽ. നമ്മൾ നിർത്താൻ പോകണമെന്നൊരു സംശയം. നമ്മുടെ സ്പീഡ് നല്ലോണം കുറഞ്ഞു. കാര്യം തൊട്ടടുത്ത സ്റ്റേഷനായ തുറവൂരിൽ ധൻബാദ് എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. നമ്മൾ പോവുകയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ചേർത്തല പാസ്സായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇനി എറണാകുളം ജംഗ്ഷനാണ്. അത് നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. നമ്മളെ കാത്ത് അപ്പുറത്ത് തുറവൂർ സ്റ്റേഷനിൽ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. ധൻബാദ് എക്സ്പ്രസ് ആയിരുന്നു. തുറവൂർ സ്റ്റേഷൻ കഴിഞ്ഞു. എറണാകുളം കുമ്പളം ഡബിളിംഗ് വർക്ക്സിൽ ഉൾപ്പെടുത്തി ഇവിടെ പുതിയ പാലത്തിൻ്റെ പ്രിപ്പറേറ്ററി വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. റൂട്ട് ക്ലിയർ ചെയ്ത് അങ്ങോട്ട് പാലം പണിയാനുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഫയലിങ്ങിന് മുന്നോടിയായിട്ട് ഇവിടെ ഫയലിങ്ങിനുള്ള ലോഡ് ടെസ്റ്റിനുള്ള സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ടാകും. ഇനി ഇവിടെ ഒരു ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ഉടനെ. അതിന് നമസ്കാരം.
ദൂരെ വളരെ ഹേസി ആയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ ക്ലിയർ പതിയുന്നുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ദൂരെ റെഡ് കളർ ക്രെയിൻ കാണാം, അതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇവിടെയും ആ പാലത്തിൻ്റെ പ്രിപ്പറേറ്ററി വർക്ക്സ് കാണാം. എറണാകുളം ജില്ലയിലേക്ക് കയറി. എറണാകുളം ജില്ലയിലെ ആദ്യ സ്റ്റേഷനായ കുമ്പള എത്തിയിരിക്കുകയാണ്. അവിടേക്ക് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഡബിളിങ്ങിൻ്റെ വല്ലതും ആണോ എന്നറിയില്ല. കനാലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. ചമ്പക്കര കനാലാണ് ഇപ്പോൾ കിടന്നത്. ഈ വന്നാണ് കൊച്ചിൻ ഹാർബർ ടെർമിനസിൽ നിന്ന് വരുന്ന ലൈന്. ഈ ലൈൻ ഇലക്ട്രിഫിക്കേഷൻ ഒരു രീതിക്ക് നടക്കില്ല. കാര്യം നേവൽ എയർപോർട്ടിന് ചുറ്റും പോകുന്ന ലൈനാണ്. നേവിയുടെ ഒബ്ജക്ഷൻ ഉണ്ട് സിവിയറായിട്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് എറണാകുളം ജംഗ്ഷനിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. WDM 3A14048 ആണ് ലോക്കോ. എന്നാൽ ഇപ്പോഴത്തെ സൈഡിലൊരു മെമൂൺ ഷണ്ട് ചെയ്യുന്നുണ്ട്. അവിടെ കാർ ഷെഡിൽ നിന്ന് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ആവുന്ന ഏതൊരു മെമ്മോ ആയിരുന്നു. ഈ വീടിൽ നിന്ന് മാർക്കിംഗ് ഉണ്ട് ഇപ്പോഴും. ഇപ്പോൾ കൊല്ലം കാർ ഷെഡ് തന്നെയാണ്. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറാൻ പോവാണ്. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3 ഹസ്രത്ത് നിസാമുദ്ദീൻ ട്രിവാൻഡ്രം സെൻട്രൽ വീക്ക്ലി 22634 വെയിറ്റ് ചെയ്യുന്നത് ആലപ്പുഴ വഴി പോകാൻ. 39295 റോയപ്പുറത്തിൻ്റെ ബാബ് 7 ആണ് ഹസ്രത്ത് നിസാമുദ്ദീൻ ട്രിവാൻഡ്രം സെൻട്രൽ വീക്ക്ലി എക്സ്പ്രസിൻ്റെ ലോക്കോ. ഇവിടെ എറണാകുളം ജംഗ്ഷൻ്റെ HS പാർക്ക് കിടക്കുന്നുണ്ട്.
അങ്ങേ അറ്റത്തുനിന്ന് ഒരു വാപ്പ് 7 ഹോൾഡ് ട്രെയിൻ കയറി വരുന്നുണ്ട്. അതേത് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമെന്നറിയില്ല. ടൂവിലേക്ക് വരാൻ സാധ്യത കുറവാണ്, കാരണം ടൂവിന് പ്ലാറ്റ്ഫോമിന് ലെങ്ത്ത് കുറവാണ്. അതങ്ങനെ പോയി. അത് മിക്കവാറും ഇപ്പോൾ 4-ലേക്കായിരിക്കും പോകുന്നത്. എറണാകുളം ജംഗ്ഷനിൽ ട്രെയിനിന് വാട്ടറിംഗ് ഉണ്ടോ? അപ്പുറത്തെ നേരത്തെ കണ്ട വാപ്പ് 7 ഹോൾഡ് ട്രെയിൻ പട്ന എറണാകുളം എക്സ്പ്രസ് ആയിരുന്നു. ഇവിടെ വാട്ടറിംഗ് ഉണ്ട്. എറണാകുളം ജംഗ്ഷനിൽ വാട്ടറിംഗ് നടക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായി. നമ്മുടെ സ്റ്റാർട്ടർ നമ്മൾ ടി എന്ന് എഴുതി കാണിക്കേണ്ടത്. അതിനകത്താണ് ടൗൺ എന്നാണ്, അതായത് എറണാകുളം ടൗൺ വഴി പോകുന്ന ട്രെയിനാണെന്നാണ്. അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നു. എറണാകുളം ഡീസൽ ലോക്കോ ഷെഡിന് അതേ കളറടിച്ച ഒരു OHC ഇൻസ്പെക്ഷൻ കാർ, നല്ല ഭംഗിയുണ്ട്. BHEL ബിൽറ്റാണ്. കുട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ബാക്കിലുള്ള വലിയ നീല ഷെഡാണ് എറണാകുളം ഡീസൽ ലോക്കോ ഷെഡ്. കുറേ ആൽക്കോസ് ചത്ത് കിടക്കുന്നുണ്ട് അകത്ത്. ഈ കാണുന്ന വെള്ള ഷെഡാണ് മെക്കനൈസ്ഡ് ലോണ്ടറി. അകത്ത് വാഷിംഗ് മെഷീനൊക്കെ കാണാം. ഈ കറുത്ത ഷെഡാണ് ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. അവിടുന്ന് മുന്നിൽ റൈറ്റ് സൈഡിലോട് തിരിഞ്ഞു പോകുന്ന ലൈനുകളാണ് കോട്ടയം ലൈൻ, എറണാകുളം കോട്ടയം ലൈൻ. എറണാകുളം നോർത്ത് വഴിയുള്ള റൺ ത്രൂ എറണാകുളം ടൗൺ സ്റ്റേഷൻ. കുറച്ച് നേരം ഒന്ന് ക്യാമറ ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉള്ളിലോട്ട് കയറണം. ജസ്റ്റ് ആലുവ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ആലുവ സ്റ്റോപ്പില്ല. നമുക്ക് ഓപ്പോസിറ്റ് ലൈനിൽ വാപ്പ് 7 30819 കാൺപൂരിൻ്റെ, അത് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറാണ്. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് ആൾക്കാർ ട്രാക്കിന് കുറുകെ ചാടാൻ വേണ്ടി വാലയിട്ട് ചെയ്യുന്നുണ്ടോ. മീൻമല മുഴുവൻ ദൂരമല്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. നല്ല ഐഡിയ എന്തായാലും. ഇപ്പം ഇവിടെ ഏതോ എനിക്കൊന്ന് ജയന്തിക്കുള്ള തിരക്കാന്ന് തോന്നി കാണുന്നത്. ജയന്തി നമ്മുടെ പുറകെ വരും. ഇവിടെ ഇപ്പോൾ 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ, അതിനുവേണ്ടി നമ്മൾ സ്പീഡ് കുറച്ചത്.
പെരിയാറിന് കുറുകെയുള്ള വലിയ പാലം എത്തി. അവിടെ നിന്ന് തീ പിടുത്തമുണ്ടായിട്ടുണ്ടല്ലോ, ഭയങ്കര പുക ഉണ്ടല്ലോ. അവിടെ ഒരു മറ്റേ ഇൻഫ്ലേറ്റബിൾ ഡിങ്കിയിൽ വന്ന് മീൻപിടുത്തം. ഏറനാട് എക്സ്പ്രസ് ആണ്. ഒരു എയർ ഇന്ത്യ ടേക്ക് ഓഫിന് റെഡി ആവുന്നുണ്ട്. ഏതോ ഒരെണ്ണം ലാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു വിസ്താരം നിൽക്കുന്നുണ്ട്. വിസ്താരയിൽ ലാസ്റ്റ് ഡേ ആണ്. നാളെ മുതൽ എയർ ഇന്ത്യ ആകും. ശബരി റെയിൽവേ പാത, ശബരിപാത വീണ്ടും ജീവൻ വെച്ച് വരുന്നുണ്ട്. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിൽ വന്നപ്പോൾ പാത വീണ്ടും കൺസിഡർ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഗ്രിമെൻറ്റിൽ വലിയ പാത നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക് നേരം. കാടൊക്കെ വെട്ടിത്തെളിച്ച് പാത കാണുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ചാലക്കുടി പുഴ കടന്നു. ചാലക്കുടി സ്റ്റേഷനിലേക്ക്
ആണ്, ജസ്റ്റ് ചാലക്കുടിയിൽ നിന്ന് എടുക്കുന്നു. കേരള എക്സ്പ്രസ് ആയിരുന്നു. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് ആണ് പോയത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒല്ലൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഒല്ലൂർ വഴിയാണ്. രായപുരത്തിന് 30417 ആയിരുന്നു. ഒട്ടും വിവേകമില്ലാത്ത വിവേക എക്സ്പ്രസ് ആയിരുന്നു, ഓർ നാറ്റം എക്സ്പ്രസ്. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഓടുന്ന ട്രെയിൻ പ്ലസ് ഡെയിലി ട്രെയിനും കൂടിയാണിത്. (2025) നമ്മൾ തീർച്ചയായിട്ടും ഈ ട്രെയിനിൽ ഒരു എൻഡ് ടു എൻഡ് ട്രിപ്പ് ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകണോ, ദിബ്രുഗഡിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് വരണോ എന്ന് മാത്രമേ കൺഫ്യൂഷനുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനവും പൂരനഗരിയും എൻ്റെ സ്വന്തം സ്വദേശമായ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പം 4:18. വണ്ടി ഒരല്പം ലേറ്റാണ്. തൃശ്ശൂർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണിക്കാൻ വെച്ച് ഇറങ്ങിയത്. നമ്മുടെ സിഗ്നൽ ഓൾറെഡി പച്ചയായി കഴിഞ്ഞു. ഉടനെ ഡിപ്പാർട്ട് ചെയ്യും. ഓപ്പോസിറ്റ് ലൈന് LTT കൊച്ചുവേളി എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുക. സമയം ഇപ്പം 4:22. 42 മിനിറ്റ് ലേറ്റാണിപ്പോൾ. നമുക്കിനി ഏകദേശം ഒരു 30-35 കിലോമീറ്ററും കൂടി പോകാനുണ്ട് ഷൊർണൂരെത്താൻ. 5 മണിയാണ് ഷൊർണൂർ ടൈം. അപ്പോൾ ഇപ്പോൾ വിട്ടാൽ നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഷൊർണൂരെത്തും. ഡബിൾ 2113 ഇതുവരെ വന്നില്ലല്ലോ. 2213 നേരത്തെ നോക്കിയപ്പോൾ പൂങ്കുന്നം പാസ് ചെയ്തെന്ന് കാണിച്ചായിരുന്നു വേരസ്മേ ട്രെയിനിൽ. ഇവിടെ അനൗൺസ്മെൻറ്റ് വരികയും ചെയ്തു ഇപ്പോൾ എത്തുമെന്നും പറഞ്ഞു.
ലോകമാന്യ തിലക് കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. തിരുവനന്തപുരം ഡിവിഷൻ തന്നെ. ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷനെ തിരുവനന്തപുരം നോർത്ത് ആക്കാത്തിടത്തോളം കാലം ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാ സ്ഥലപ്പേര് വരുന്നുണ്ട്. ഭിലായ് ഷെഡിൻ്റെ ഒരു വാഗണയനായിരുന്നല്ലോ. നല്ല ടൈറ്റ് ഷെഡ്യൂളുള്ള വണ്ടിയാണ്. അതിന് ഈ വാഗണയനെ കൂടുതൽ എങ്ങനെ ഓടിയെത്താനാവും? ഫ്ലാറ്റ് വീലുകളുടെ കൂമ്പാരവുമായിട്ട് LTT കൊച്ചുവേലി ദുരന്തോ എക്സ്പ്രസ് വഴി ലോക്കോ ഒരു വാപ്പ് 7 ആണെന്നല്ലാണ്ട് ഏതാണെന്ന് നോക്കാൻ പറ്റിയില്ല. കുറച്ച് കാട്, കുറച്ച് നേരത്തെ നമുക്ക് തോന്നില്ല, കുറച്ച് നേരത്തേക്ക് പീസാണ്. പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ് ആണ് പോയത്. അങ്ങനെ വള്ളത്തോൾ നഗർ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കോട്ടയം എക്സ്പ്രസ്സിന് വേണ്ടി, നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് വരാനായിട്ട്. വള്ളത്തോൾ നഗർ സ്റ്റേഷൻ മൊത്തത്തിൽ മാറുകയാണ്. സ്ഥലം കണ്ടിട്ട് തിരിച്ചറിയാൻ വയ്യ. അവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു ചെറിയ ഷെൽട്ടറും ബെഞ്ചുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോയി മൊത്തത്തിൽ മാറ്റി പണിയാണ്. നമ്മൾ മിക്കവാറും ബി ക്യാബിൻ്റെ ഹോം സിഗ്നലിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഈ കോട്ടയം എക്സ്പ്രസ് ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും. ഇപ്പോൾ സമയം ഇപ്പോൾ 4:50 4:50 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്നത്. അത് നമ്മൾ മിക്കവാറും ബി ക്യാബിൻ ഹോം സിഗ്നലിൽ നിൽക്കും.
സിഗ്നൽ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ പോകുന്ന അത്യാവശ്യം സ്പീഡിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പാലക്കാട് ഡിവിഷനിലേക്ക് കയറുകയാണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം ബോർഡ് പുതിയതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഇവിടെ മന്ത്രി ഇൻസ്പെക്ഷൻ ഒന്നുണ്ടായിരുന്നല്ലോ, അന്ന് സ്ഥാപിച്ചായിരിക്കും. പുഴയിലെ വെള്ളമൊക്കെ നല്ലോണം താന്നു. ഇവിടെ പുഴയ്ക്ക് കുറുകെയുള്ള മൂന്നാമത്തെ പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിടയ്ക്ക് ശിലാസ്ഥാപനം നടന്നിരുന്നു. പക്ഷേ ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. ഇതുവരെ പണി തുടങ്ങിയിട്ടൊന്നും കണ്ടില്ല. അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ നോക്കിയപ്പോഴും വർക്കൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഷൊർണൂർ ബി ക്യാബിൻ. നമ്മളങ്ങനെ ബി ക്യാബിനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ടുവേർഡ്സ് ഷൊർണൂർ ജംഗ്ഷൻ കയറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൃത്യം 5 മണിക്ക് നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് അങ്ങനെ ഷൊർണൂരിലോട്ട് കയറുന്നു. പാവം നിലമ്പൂർ എക്സ്പ്രസ്സിൽ നിന്ന് നല്ല തേപ്പ് കിട്ടി. കുഴപ്പമൊന്നുമില്ല, നിലമ്പൂർ കണ്ണൂർ എക്സ്പ്രസ് എല്ലാ സ്ഥലത്തും നിർത്തി പോകുന്നൊരു ട്രെയിനാണ്. എന്നാലും അനാവശ്യമായ തേപ്പായിരുന്നു അവന് കിട്ടിയത്. ഒന്നില്ലെങ്കിൽ അവന് തേപ്പ് കിട്ടണമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് തേപ്പ് കിട്ടണമായിരുന്നു. അപ്പോൾ പാലക്കാട് ഡിവിഷൻ എന്തായാലും തേപ്പ് അവന് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണല്ലോ. നമ്മൾ പതിപോലെ പ്ലാറ്റ്ഫോം 7ലേക്ക് തന്നെ പോകുന്നത്. പ്ലാറ്റ്ഫോം 7 ഓൾവേസ് റോക്സ്. നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം 7ലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ റോഡ് ഡീസൽ ഷെഡിൻ്റെ 22550 ആണ് ഇന്നത്തെ ഇവിടുത്തെ സ്പെയർ ലോക്കോ. പിന്നെ ഇവിടെ ഈ റോഡിൻ്റെ തന്നെ 22646 കിടക്കുന്നുണ്ട്. അതാണ് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്. നമുക്ക് പോകുന്ന ട്രെയിൻ എനിക്കൊന്ന് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ.
ഇത് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സിന് അന്യായ തിരക്കാണ്, ഭീകര തിരക്കാണ്. അതൊക്കെ സ്റ്റാൻഡിങ് ആണ് ആൾക്കാർ. സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞിട്ടുള്ള സൺഡേ ആണെന്ന്, അതിൻ്റെയാണ് ആ തിരക്ക്. ഈ ഫുട് ഓവർ ബ്രിഡ്ജ് ഇതുവരെ തുറന്നിട്ടില്ല. ഈ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ റിനോവേഷൻ വർക്ക് നടക്കുന്നുള്ളൂ, ഫസ്റ്റ് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ. അതുകൊണ്ട് ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ്റെ 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സമയം കൃത്യം 5 മണി. 5 മണിയായിരുന്നു ഇവിടുത്തെ അറൈവൽ ടൈം. കൃത്യം 5 മണിക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്കെന്നാൽ പോയി അടുത്ത ടിക്കറ്റ് എടുത്ത് അങ്ങാടിപ്പുറത്തേക്കുള്ള യാത്ര തുടരാം. അങ്ങാടിപ്പുറത്ത് എത്തുന്നതോടുകൂടി നമ്മുടെ യാത്ര അവസാനിക്കുന്നുള്ളൂ. അപ്പുറത്ത് കൂടി ഒരു ട്വിൻ വാഗണൈൻ ഹൗൾഡ് BCNRയിലേക്ക് കടന്നു പോകുന്നുണ്ട്. സഹാരൻപൂറിൻ്റെ ലോക്കോസാണ്. നമുക്കെന്നാൽ പെട്ടെന്ന് ഫുട് ഓവർ ബ്രിഡ്ജ് കയറി ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ യാത്ര തുടരാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലില്ലെന്ന് കണ്ട് പുറകോട്ട് കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ന് റെയിൽവേയുടെ വക നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നിലമ്പൂർ വണ്ടി അവരെ പ്ലാറ്റ്ഫോം നമ്പർ 6ലേക്ക് വിട്ടു. നമ്മൾ 7ലായിരുന്നു വന്നിറങ്ങിയത്. 7ൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് നടന്ന് 1 വരെ വന്നു ടിക്കറ്റ് എടുക്കാൻ. 1-ലെത്തിയപ്പോൾ അനൗൺസ്മെൻ്റ് വന്നു ട്രെയിൻ 6-ലാണെന്നുള്ളത്. ഇനി നമ്മൾ തിരിച്ച് 6 വരെ പോകും. അപ്പം 3-ലായിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു അവിടെ നിന്ന് കടയിൽ നിന്ന് വല്ല സ്നാക്സും കഴിക്കായിരുന്നു. മീൻവല്ല വന്ദേ ഭാരത് കയറി വരുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് അത് പോകുന്നത്. നമുക്കെന്നാൽ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി അങ്ങോട്ട് പോവാം. മീൻവെൽ ഇന്നൊരു വെറൈറ്റിക്ക് കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി സമയത്ത് കയറി വന്നു. 2280 അരക്കോണത്തിൻ്റെ ലോക്കമാണിന്ന്. നമുക്ക് പുറപ്പെടാനുള്ള സമയം 17:55. ഈവൻ ലൈൻ ക്രോസ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ സമയം 6:32. അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷനിലേക്ക് എത്തി. നമ്മുടെ ഒരു ലോങ് യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയായി. നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ യാത്ര ബ്രേക്കില്ലാണ്ട്, ഇന്നലെ വൈകുന്നേരം അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം തുടങ്ങിയ യാത്രയാണ്, വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ യാത്രയാണ്. ഒരു ബ്രേക്കില്ലാണ്ട് യാത്രയായിരുന്നു. എവിടെയും ബ്രേക്കില്ല, എവിടെയും താമസം ഒന്നുമില്ലാണ്ട് തുടങ്ങിയ യാത്രയായിരുന്നു. യാത്ര ഇപ്പോൾ ജസ്റ്റ് അവസാനിപ്പിച്ച് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു ഷോർട്ട് ഓട്ടോ യാത്ര വീട്ടിലെത്തുമ്പോഴാണ് ഇത് തീരുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ 3 പാർട്ട് സീരീസിലെ എല്ലാ വീഡിയോസും കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു.
നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്കിനി പുതിയൊരു സീരീസ്, പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.